ഹലോ, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. നല്ല നാടൻ മത്തിത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 10 മത്തിയായിട്ട് കൊടുത്തിരിക്കണേ. ചെറിയ മത്തിയാണ്, അതുകൊണ്ടാണ് 10 എണ്ണം. വലുതാണെങ്കിൽ ഇത്രയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ മത്തി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ലേശം വെള്ളം എന്നിവ ഒഴിച്ചിട്ട് മത്തി ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. മത്തിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ നിന്ന് മത്തിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഈ മീനിൻ്റെയൊക്കെ മുള്ളെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ മാംസഭാഗം മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് കളയണം. മുള്ളോട് കൂടിയിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 സവാള ചെറുതായി എരിഞ്ഞത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയിലേക്ക് മാത്രമല്ല, ആ തോരനിലേക്കുള്ള ഉപ്പ് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് 3 പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ചെറുതായി എരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പില അതും ഒന്ന് ചെറുതായി അരിഞ്ഞു വെക്കുക. അത് 3ഉം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ലേശം നാളികേരം ചിരവി എടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാളികേരമൊക്കെ ചേർത്ത് കൊടുത്താൽ തോരനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നാളികേരമൊക്കെ ഒന്ന് മൂത്ത് വന്നാൽ നമ്മൾ നേരത്തെ മുള്ളൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മത്തിയുടെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാവാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മൾ ആ ചട്ടുകം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അങ്ങനെ മത്തിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റുമാണ്. ഇത് ചോറിൻ്റെ കൂടെ തന്നെ കഴിക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ നാടൻ മത്തിത്തോരൻ. ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.